ഇറാനും അമേരിക്കയും തമ്മിലുള്ള ടെൻഷനുകളൊക്കെ ഇപ്പോൾ കുറച്ച് അടങ്ങിയതുപോലെയാണ്. അല്ലെങ്കിൽ ഇറാനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അമേരിക്ക ഇനി വലിയ രീതിയിൽ എടുത്തു പറയുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ അമേരിക്ക ചില അനൗൺസ്മെന്റുകൾക്ക് ശേഷം ഇറാനെക്കുറിച്ചുള്ള വാർത്തകൾ വലിയ രീതിയിൽ പുറത്തുവിടാതെയും ഇരിക്കുന്നത് കാണാം. ഒരു വർഷത്തിൽ നോക്കിയാൽ ഏകദേശം 13,000 പേരോളം ഈ പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത. 3,30,000-ത്തിലധികം ആളുകൾ ഇറാനിൽ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങൾ കാരണം ബാധിക്കപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇറാന്റെ ഔദ്യോഗികമായ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതേസമയം ആ രാജ്യത്തിന്റെ 90%-ത്തിലധികം പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത USS എബ്രഹാം ലിങ്കൺ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പും USS ജോർജ് ബുഷ് കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പും മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിട്ടുണ്ട് എന്നതാണ്. ഇത് ഇറാനു മാത്രം പ്രശ്നമല്ല. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാൻ പോകുന്ന രാജ്യങ്ങളിൽ ഒന്ന് അത് പാകിസ്ഥാനാണ്. ഇതിനുള്ളിൽ പാകിസ്ഥാൻ എന്തിനാണ് കൊണ്ടുവരുന്നത്? പാകിസ്ഥാനോട് അത്ര വൈരാഗ്യമാണോ എന്ന് ചോദിച്ചാൽ ഇത് വെറും വൈരാഗ്യത്തെക്കുറിച്ചുള്ള ഒരു വിഷയം മാത്രം അല്ല. ഇറാനിൽ ഒരു സ്ട്രൈക്ക് നടന്നാൽ അവസാനം ഏറ്റവും കൂടുതൽ അടിയേറ്റ് വീഴാൻ പോകുന്നത് പാകിസ്ഥാനായിരിക്കും. ഇത് പലർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ്. അതിന്റെ കാരണം എന്താണ്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം ഇറാനെ കുറിച്ച് പുറത്തു വന്ന വാർത്തകളൊന്ന് നോക്കാം. അതിനുശേഷം ഇറാനെ ആക്രമിച്ചാൽ അത് പാകിസ്ഥാനെ എങ്ങനെ ബാധിക്കുമെന്നും കാണാം. ഭൂപ്രദേശം വൈസ് നോക്കുകയാണെങ്കിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസും അതിനോട് ചേർന്ന പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ രാജ്യമാണ് ഇറാൻ. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന് ആണവായുധങ്ങളുണ്ട്. ഇറാൻ എങ്ങനെയെങ്കിലും ആണവായുധ സാങ്കേതിക വിദ്യ നേടാൻ ശ്രമിക്കുന്നു എന്നതാണ് അമേരിക്കയുടെ പ്രധാന ആശങ്ക. ഇപ്പോൾ അമേരിക്ക നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്തെന്നാൽ ഇപ്രാവശ്യം ഖത്തറിനെയോ സൗദി അറേബ്യയോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ മറ്റ് സൈനിക രാജ്യങ്ങളെയോ ഇറാനെതിരായി ഉപയോഗിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല എന്നതാണ്. കാരണം ഖത്തറിലെ അമേരിക്കൻ ബേസിനെ ലക്ഷ്യമാക്കി ഇറാൻ മുൻപ് നടത്തിയ സ്ട്രൈക്ക് അത് അവിടുത്തെ ജനങ്ങളിൽ ഒരു വലിയ ഭീതി തന്നെ സൃഷ്ടിച്ചു. $1 ബില്യൺ ചിലവാക്കി അമേരിക്കയ്ക്കായി ഖത്തർ തന്നെ ആ ബേസ് നിർമ്മിച്ചു കൊടുത്തതാണ്. ഇത് അമേരിക്കയുടെ പണമല്ല. ഖത്തറിന്റെ സുരക്ഷയ്ക്കായി അവരുടെ പണം ചിലവാക്കി അമേരിക്കൻ സൈന്യത്തെ അവിടെ നിലനിർത്തിയതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ വാടകയ്ക്ക് സൈന്യത്തെ വിളിച്ച് നിലനിർത്തിയതുപോലെയാണ്. എന്നിരുന്നാലും അത്രയും പ്രധാനപ്പെട്ട റഡാർ സ്റ്റേഷനുകൾ ഈ ആക്രമണത്തിലൂടെ നശിക്കപ്പെട്ടു. പിന്നീട് പുറത്തു വന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇക്കാര്യം ലോകത്തിന് വ്യക്തമായി കാണിച്ചു കൊടുത്തു. ഇറാൻ മുൻകൂട്ടി അറിയിച്ചാണ് ഈ ഒരു സ്ട്രൈക്ക് നടത്തിയത് എന്നൊക്കെ പറഞ്ഞാലും അറിയിപ്പോടെ ഉണ്ടായ ആക്രമണത്തിൽ ഇത്ര നാശം സംഭവിച്ചെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു വലിയ ആക്രമണം നടന്നാൽ അമേരിക്കയ്ക്കും ഖത്തറിനും എന്ത് സംഭവിക്കും എന്നുള്ളതൊരു വലിയ മുന്നറിയിപ്പായിരുന്നു. ഇസ്രായേൽ സ്ട്രൈക്കുകൾക്ക് ശേഷം ഈ ഒരു പ്രശ്നം കൂടുതൽ വഷളാകാൻ തുടങ്ങി. ഇപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ഒരു കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട്. ഇറാനെതിരായ ഏതൊരു ആക്രമണത്തിനും ഞങ്ങളുടെ എയർ സ്പേസോ ഞങ്ങളുടെ സൈനിക താവളങ്ങളോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എല്ലാവരും ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇനി ബാക്കിയുള്ള ഏക മാർഗം അത് പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാനിൽ നിന്നാണ് അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോണുകൾ ഇതിനകം തന്നെ ഇറാനെ നിരീക്ഷിക്കുന്നത്. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിൽ നിന്ന് ഇറാനെ ആക്രമിക്കുന്നത് അമേരിക്കയ്ക്ക് വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരിക്കും. അങ്ങനെ പാകിസ്ഥാന്റെ വിമാനത്താവളങ്ങളോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ എയർ സ്പേസ് ഉപയോഗിച്ച് അമേരിക്ക ആക്രമണം നടത്തിയാൽ ഇതിന് പ്രതികാരമായി ഇറാൻ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. എന്നാൽ ഈ ഘട്ടത്തിൽ ഇറാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നേരിട്ടുള്ള ഒരു റിട്ടാലിയേഷൻ വരാൻ സാധ്യത കുറവാണ്. പകരം പാകിസ്ഥാന് തന്നെ വളരെ വലിയ തലവേദനയായി മാറാൻ പോകുന്നത് BLA ബലൂച്ച് ലിബറേഷൻ ആർമി കൂടാതെ BLF ബലൂച്ച് ലിബറേഷൻ ഫ്രണ്ട് ഈ 2 സംഘടനകളിലൂടെ വലിയ തലവേദന തീർച്ചയായും പാകിസ്ഥാനിന് വരും. ഇവരുടെ പ്രവർത്തനങ്ങൾ പാകിസ്ഥാനിൽ വലിയ പ്രഭാവം സൃഷ്ടിക്കും. ഇതെങ്ങനെ സാധിക്കും എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇറാനും പാകിസ്ഥാനുമുള്ള മാപ്പ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി, കാര്യം മനസ്സിലാകും. ബലൂചിസ്ഥാൻ എന്നത് പാകിസ്ഥാനിൽ മാത്രം ഉള്ളൊരു പ്രവിശ്യയല്ല. അഫ്ഗാനിസ്ഥാന്റെ ചില ഭാഗങ്ങളും ഇറാന്റെ അറബിക്കടലിനോട് ചേർന്ന ചില പ്രദേശങ്ങളും ഒക്കെ ചേർന്നതാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് വിളിക്കപ്പെടുന്നത്. ഇറാൻ ഭാഗത്ത് ഇതിനെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യ എന്നാണ് വിളിക്കുന്നത്. പാകിസ്ഥാൻ ഭാഗത്ത് ബലൂചിസ്ഥാൻ പ്രവിശ്യ. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഏകദേശം 914 കിലോമീറ്റർ നീളമുള്ളൊരു അതിർത്തിയുണ്ട്. ഈ അതിർത്തി വലിയ രീതിയിൽ ഫെൻസിങ് ചെയ്തോ കഠിനമായ സുരക്ഷാ സംവിധാനങ്ങളോ ഉള്ളതല്ല. പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ വേലികളും സാധാരണ പട്രോളിംഗ് മാത്രമാണ് നടത്തുന്നത്. ഇപ്പോൾ ഇറാനിലുള്ള 5ഓളം പ്രധാന മേഖലകൾ BLAയുടെ ശക്തി കേന്ദ്രങ്ങളാണ്.
അതിർത്തി കടന്ന് ഇറാൻ ഭാഗത്ത് നിന്ന് BLAക്കും BLFനും വലിയ സഹായം ലഭിക്കുന്നുണ്ട്. അവർക്കുള്ള പ്രധാന ഹൈഡ് ഔട്ടുകളായും ഈ പ്രദേശങ്ങൾ മാറിയിട്ടുണ്ട്. ഇത് ഏകദേശം കാശ്മീരിൽ നടക്കുന്ന പ്രശ്നം പോലെ തന്നെയാണ്. ഇവർ ശക്തമായി പിടിച്ചു നിൽക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ കാഷ്, ഇറാൻ ഷഹർ, കസർഗാന്ത്, റാസ്ക്, മഹസ്കാൻ, സരാവാൻ, ജായ്ക് തുടങ്ങിയവ. ഇവയെല്ലാം സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും 100 മുതൽ 150 കിലോമീറ്റർ അകലെയുള്ള പ്രദേശങ്ങളാണ്. ഈ മേഖലകൾ മുഴുവനും BLF കൈവശം വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ട്രോങ് ഹോൾഡുകളാണ്. ഇവർക്ക് ആവശ്യമായ ആയുധ സഹായങ്ങൾ വരെ ഇറാനിൽ നിന്നും ലഭിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കാരണം പാകിസ്ഥാനിൽ നിന്നും പ്രവർത്തിക്കുന്ന ഇറാനെതിരായ ചില സംഘടനകളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് 2 എണ്ണം. ഒന്ന് ജയ്ഷ് അൽ അദൽ, മറ്റൊന്ന് അൻസാർ അൽ ബുർഖാൻ. ഈ 2 സംഘടനകളും ഇറാനെതിരെ തുടർച്ചയായ ആക്രമണം നടത്തി വരികയാണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ മാത്രം 12-ലധികം ഭീകരാക്രമണങ്ങളിൽ ഇവർ ഇറാനിൽ നടത്തിയിട്ടുണ്ട്. ഇറാനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച സംഘടനകളിൽ ഇവയും ഉൾപ്പെടുന്നു. അതായത് പാകിസ്ഥാൻ ഇറാനെതിരായ സംഘടനകൾക്ക് സഹായം ചെയ്യുന്നുവെങ്കിൽ ഇറാൻ പാകിസ്ഥാനെതിരായ സംഘടനകൾക്കും സഹായം ചെയ്യുന്നത് ലോകരാഷ്ട്രീയത്തിൽ സാധാരണ ഒരു കാര്യമാണ്. എന്നാൽ ഈ എല്ലാം ഒരു വലിയ എസ്കലേഷനായി മാറിയത് എപ്പോഴാണെന്ന് നോക്കിയാൽ അത് 2024-ലാണ്. 2024-ൽ ഇറാൻ പാകിസ്ഥാനിൽ നേരിട്ടൊരു സ്ട്രൈക്ക് നടത്തി. ജയ്ഷ് അൽ അദലിന്റെ ബേസുകളെ ലക്ഷ്യമാക്കി പാകിസ്ഥാനിലെ പങ്ഷ്കൂർ ജില്ലയിൽ 30-ലധികം ഡ്രോണുകൾ, റോക്കറ്റുകൾ, ചില മിസൈലുകൾ ഉപയോഗിച്ച് വലിയ ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ ജയ്ഷ് അൽ അദൽ സംഘടനയുമായി ബന്ധപ്പെട്ട 30-ലധികം പേർ കൊല്ലപ്പെട്ടു. ഇത് പാകിസ്ഥാന് വളരെ വലിയൊരു അഭിമാന പ്രശ്നമായി തന്നെ മാറി. ഉടൻ തന്നെ പാകിസ്ഥാൻ അവരുടെ വിമാനങ്ങൾ, ഡ്രോണുകൾ, റോക്കറ്റുകൾ ഉപയോഗിച്ച് ഓപ്പറേഷൻ മാർക്ക് ബേൺ എന്ന പേരിൽ പ്രതികാരാക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ ഇറാനും ഗണ്യമായ നാശനഷ്ടം ഉണ്ടായി. എന്നാൽ ഇറാൻ ഭാഗത്ത് മരിച്ചവരിൽ കൂടുതലും കുട്ടികളായിരുന്നു. നിരവധി വീടുകൾ നശിച്ചതിനാൽ പൊതുജനങ്ങളിൽ പലരും ജീവൻ നഷ്ടപ്പെടുത്തി. പാകിസ്ഥാൻ ഭാഗത്തു നിന്നും ഇതിനെ പറഞ്ഞത് BLAയും BLFും ഉൾപ്പെടുന്ന ഭീകര സംഘടനകളുടെ താവളങ്ങളെയാണ് ഞങ്ങൾ ആക്രമിച്ചത് എന്നായിരുന്നു. അങ്ങനെ ഈ 2 രാജ്യങ്ങളും പരസ്പരം മാറി മാറി ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷം ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പസിഷ്കിയാൻ പാകിസ്ഥാൻ സന്ദർശിച്ചതിന് പിന്നാലെ ഇരു രാജ്യങ്ങളുടെയും ബന്ധം വീണ്ടും സാധാരണ നിലയിലേക്ക് മടങ്ങി. ഇപ്പൊ അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിച്ചാൽ അത് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം അനുഭവിക്കേണ്ടി വരുന്നത് പാകിസ്ഥാൻ ആയിരിക്കും. ശരി, ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ പ്രശ്നമുണ്ട്. ഇരുവശത്തു നിന്നും ക്രോസ് ബോർഡർ ടെററിസം നടന്നിട്ടുണ്ടെന്നും പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഇറാനെ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാൻ അടിവാങ്ങുക? ഈ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഇതിനകം തന്നെ സരാവാൻ പോലുള്ള പ്രദേശങ്ങളിൽ, കാഷിൽ നിന്നും സരാവാൻ വരെ വ്യാപിച്ചിരിക്കുന്ന മേഖലകളിൽ BLAയുടെ സെക്കൻഡ് വേവ് ഓഫ് സ്ട്രൈക്ക് ആരംഭിച്ചു കഴിഞ്ഞു. 2025-ൽ തന്നെ ആദ്യഘട്ട ആക്രമണങ്ങൾ ആരംഭിച്ചിരുന്നു. അതിർത്തി കടന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന് ആക്രമിക്കുന്നത് കാരണം ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഈ 3 രാജ്യങ്ങളും ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അതിർത്തി പങ്കിടുകയാണ്. ഇപ്പൊ ഇറാൻ വലിയ രീതിയിൽ തിരക്കിലായിരിക്കുന്ന സമയത്ത് ഈ സംഘം അകത്ത് കയറി വീണ്ടും പാകിസ്ഥാനെ ആക്രമിക്കും. ഇങ്ങനെയുള്ള വാർത്തകളാണ് വലിയ രീതിയിൽ പുറത്തു വരുന്നത്. ഇത് ഇതിനു മുൻപും നടന്നിട്ടുള്ള കാര്യമാണ്. കാരണം അന്ന് നടന്ന 12 ദിവസത്തെ യുദ്ധം, ആ സമയത്ത് ഇറാനും ഇസ്രായേലും പരസ്പരം വലിയ തോതിൽ ഹിംസാത്മകമായ മുട്ടൽ ഏർപ്പെട്ടിരുന്നു. മിസൈലുകൾ മാറി മാറി പ്രയോഗിക്കപ്പെട്ടു. അത് ലോകം മുഴുവനും ശ്രദ്ധിച്ച ഒരു ഷോർട്ട് ടേം, ഒരു വലിയ യുദ്ധമായി തന്നെ അത് മാറി. ആ 12 ദിവസത്തിനിടെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ, പ്രത്യേകിച്ച് അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ മാത്രം BLAയും പാകിസ്ഥാനും തമ്മിൽ 19 ആക്രമണ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12 ദിവസത്തിനുള്ളിൽ 19 സംഭവങ്ങൾ രേഖപ്പെടുത്തിയെന്നത് 2025-ന് ശേഷം ഇത്ര കുറഞ്ഞ സമയപരിധിയിൽ നടന്ന ഏറ്റവും വലിയ എണ്ണം ആക്രമണങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ഇറാൻ എപ്പോഴെല്ലാമാണോ അവിടെ തിരക്കിലാകുന്നത് അപ്പോഴെല്ലാം പാകിസ്ഥാനുള്ളിൽ BLAയും BLFും, അതായത് ഇറാനിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന സംഘങ്ങൾ വഴി വലിയ നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതിനുദാഹരണമായി നാം ഇസ്രായേൽ യുദ്ധം കൂടെ പറയാം. കാരണം ഇത് പുതിയതല്ലല്ലോ. 1970-കളിൽ തന്നെ ഈ ബലൂജ് വിഭാഗങ്ങൾക്ക് ഇസ്രായേൽ സഹായം നൽകിയിട്ടുണ്ട്. അന്ന് ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷൻ പോലും വന്നിട്ടില്ല. 1970-71 കാലത്ത് നാം ബംഗ്ലാദേശ് ലിബറേഷൻ വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് ഇറാനിലേക്ക് ആയുധങ്ങൾ അയക്കാനിരുന്ന ചില ഷിപ്മെന്റുകൾ വഴിമാറി ഇന്ത്യയിലേക്കും അതോടൊപ്പം BLAയ്ക്കും BLFനും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ ഈ മേഖലയിൽ നിന്ന് പല തരത്തിലുള്ള സഹായവും നൽകിക്കൊണ്ടിരുന്നു. അതിനാൽ പ്രശ്നം എവിടെ എങ്ങനെ നടന്നാലും ഒന്നുറപ്പാണ്, അമേരിക്ക പാകിസ്ഥാന്റെ എയർ സ്പേസ് ഉപയോഗിച്ച് ആക്രമിച്ചാലും ആ ഒരു ഘട്ടത്തിൽ അടിവാങ്ങാൻ പോകുന്നതും പാകിസ്ഥാൻ ആയിരിക്കും. നേരിട്ട് ഇറാന്റെ സഹായത്തോടെ BLA അകത്തേക്ക് കയറി ആക്രമണം നടത്തും. അല്ലെങ്കിൽ അമേരിക്ക പാകിസ്ഥാന്റെ എയർ സ്പേസ് ഉപയോഗിക്കാതിരുന്നാലും
ഇറാനും അമേരിക്കയും തിരക്കിലായിരിക്കുന്ന ആ ഒരു സമയത്ത് ഇവിടെ നേരിട്ടുള്ള ഒരു എൻഗേജ്മെന്റുകൾ നടക്കും. ഇതേ സമയത്ത് കാശ്മീർ ഫ്രണ്ടിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങളിലൂടെ പാകിസ്ഥാൻ ഉണ്ടാകുന്ന നഷ്ടങ്ങളെല്ലാം അവർ എങ്ങനെ മറച്ചു വയ്ക്കുന്നുവെന്നറിയണ്ടേ? കാശ്മീരാണ് കാരണം എന്ന് പറയും. കാശ്മീരിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, ഇന്ത്യ ഇത്രത്തോളം ബുദ്ധിമുട്ടിച്ചു, കാശ്മീർ വേഗം സ്വതന്ത്രമാക്കും എന്നൊക്കെയാണ് അവർ അവരുടെ ഫാൾസ് നെറേറ്റീവായി സജ്ജമാക്കുന്നത്. അതുകൊണ്ട് ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ വെടിവയ്പ് ആരംഭിച്ചാൽ അതിന്റെ പ്രതിഫലം കാശ്മീർ വരെയും എത്തും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ഇറാനെ ആക്രമിക്കാനുള്ള പ്ലാനിൽ അമേരിക്ക ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. പക്ഷെ ആ ഒരു സ്ട്രൈക്ക് എപ്പോൾ വരും, ഏത് രാജ്യങ്ങൾ സഹായിക്കും എന്നത് മാത്രമാണ് ഇപ്പോൾ വലിയ ചോദ്യം. ഇന്നും പലരും പറയുന്നത് അമേരിക്ക പിന്മാറി എന്നൊക്കെ. കാരണം ഇസ്രായേലിന്റെ റെസ്പോൺസ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞ തവണ നടന്ന സംഭവത്തിൽ ഇസ്രായേലിന്റെ ഡിഫൻസ് ഷീൽഡുകൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടിരുന്നു. അതിൻ്റെതായ പ്രഭാവങ്ങൾ ഇസ്രായേലിനുള്ളിൽ ഇന്നും തുടരുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ ഇനി പൂർണ്ണമായി തയ്യാറാവുകയാണെങ്കിൽ അമേരിക്കയുടെ റെസ്പോൺസ് ഈ ഘട്ടത്തിൽ ആർക്കും തടയാൻ കഴിയില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.